അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു തആല പല പരീക്ഷണങ്ങളും നൽകിക്കൊണ്ട് ചിലപ്പോൾ ഒരു മനുഷ്യനെ നന്നാക്കിയെന്ന് വരാം. അത് രോഗം കൊണ്ടാവാം, മറ്റു പലതുകൊണ്ടുമാവാം. ഇതുപോലെ മുജാഹിദ് ബാലുശ്ശേരിക്കും അല്ലാഹു തആല രോഗം നൽകിയിട്ടുള്ളത് അദ്ദേഹത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടാണോ, അദ്ദേഹത്തെ ഹിദായത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ എന്ന് കോയമ്പത്തൂർ ആശുപത്രിയിൽ നിന്നുള്ള മുജാഹിദ് ബാലുശ്ശേരിയുടെ ശബ്ദ സന്ദേശം കേട്ടപ്പോൾ ഞാൻ സംശയിച്ചു പോവുകയാണ്. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ തൗഹീദാണ്. നാം ഔലിയാക്കളെ സമീപിക്കാറുണ്ട്, ഡോക്ടർമാരെ സമീപിക്കാറുണ്ട്. അപ്പോഴൊക്കെ നാം കരുതുന്നത് ഡോക്ടർമാർക്ക് യാതൊരു കഴിവുമില്ല എന്നാണ്, ഔലിയാക്കൾക്ക് യാതൊരു കഴിവുമില്ല എന്നാണ്. അല്ലാഹു തആല കഴിവ് നൽകിയാൽ മാത്രമേ ഏത് ഡോക്ടർക്കും ഏത് വലിയനും ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നാം ഡോക്ടറെ സമീപിക്കാൻ പോകുന്നതിന് മുമ്പേ തന്നെ നാം ദുആ ചെയ്യും അള്ളാഹുവിനോട്. അള്ളാഹുവേ, ഞാനിതാ ഇന്ന രോഗത്തിന് വേണ്ടി ഡോക്ടറെ സമീപിക്കുകയാണ്. ആ ഡോക്ടർക്ക് നീ നൽകാത്ത ഒരു കഴിവുമില്ല, എന്നിലുള്ള രോഗം ശിഫയാവേണ്ടതില്ല എന്ന് നീ തീരുമാനിച്ചാൽ ഒരു ഡോക്ടർക്കോ ഒരു വലിയനോ എന്റെ രോഗം സുഖപ്പെടുത്താൻ കഴിയില്ല. എന്റെ രോഗം സുഖപ്പെടുത്താൻ നീ തീരുമാനിച്ചാൽ ഒരു ഡോക്ടറുടെയും ഒരു വലിയന്റെയും ആവശ്യവുമില്ല. നീ സമീപിക്കാൻ പറഞ്ഞ കാരണമെന്ന നിലക്ക് ഞാൻ ഡോക്ടറെ സമീപിക്കുന്നു, ഞാൻ ഔലിയാക്കളെ സമീപിക്കുന്നു. ഔലിയാക്കളുടെ കറാമത്ത് മുഖേന എന്റെ രോഗം നീ ശിഫയാക്കണേ അല്ലാ. അത് മരണശേഷവും മുറിയുകയില്ല എന്ന് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കറാമത്ത് മുഖേന എന്റെ രോഗം ശിഫയാക്കണേ അല്ലാ. ഡോക്ടറുടെ ചികിത്സ മുഖേന എന്റെ രോഗം നീ ശിഫയാക്കണേ അല്ലാ എന്ന് ഡോക്ടറെ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ചികിത്സ തേടിയതിനു ശേഷവും ഇസ്തിഗാസ നടത്തുമ്പോഴും നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. കാരണം നമുക്കറിയാം, അള്ളാഹുവിനല്ലാതെ ഒരു ഡോക്ടർക്കോ ഒരു വലിയനോ ഒരു കഴിവുമില്ല, അള്ളാഹു നൽകുന്ന കഴിവല്ലാതെ. എന്നാൽ മുജാഹിദ് ബാലുശ്ശേരിയുടെ തൗഹീദ് അഥവാ വഹാബികളുടെ തൗഹീദ് അതായിരുന്നില്ല. ഡോക്ടർക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകളൊന്നും അല്ലാഹു തആല നൽകിയ കഴിവുകളല്ല, ആ ഡോക്ടർ സ്വയമേ വരിച്ച കഴിവുകളാണ്. അഥവാ അള്ളാഹുവിനെ പോലെ ചില കാര്യങ്ങളിൽ സ്വയം കഴിവുള്ള ദൈവങ്ങളാണ് ഡോക്ടർമാർ എന്നാണ് വഹാബികൾ വിശ്വസിക്കുന്നത്. അതാണ് അവർ ജനങ്ങളോട് പഠിപ്പിക്കുന്നത്. ആ പിഴച്ച വാദത്തിലേക്കായിരുന്നു മുജാഹിദ് ബാലുശ്ശേരിയും കൊണ്ടുപോയത്, ഇപ്പോഴും വഹാബികൾ കൊണ്ടുപോകുന്നതും. നമുക്ക് മുജാഹിദ് ബാലുശ്ശേരിയിൽ നിന്ന് തന്നെ ആ പിഴച്ച വിശ്വാസം, ആ പിഴച്ച വാദം കേൾക്കാം. ഡോക്ടറെ കൊണ്ടുപോയി നമ്മള് ഏറ്റവും നല്ല ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു നമ്മുടെ മകളെ. ഇപ്പൊ ഡോക്ടർമാരൊക്കെ കഴിയുക, അവസാനം ഏത് ഡോക്ടറും പറയും അതിന് ജാതി മതമൊന്നുമില്ല. ബാലൻ ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ, ജോസഫ് ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ, മുഹമ്മദ് ഡോക്ടർ അങ്ങനെ. അവര് പറയുന്നത് ഞങ്ങളെ കഴിവിന്റെ പരമാവധി നിങ്ങൾ ശ്രമിച്ചു. ഇനി നിങ്ങൾ ദൈവത്തോട് പറയും. അപ്പൊ മനുഷ്യന്റെ കഴിവ് അസ്തമിക്കുന്നിടത്ത് നിന്നാണ് പ്രാർത്ഥന. കേട്ടില്ലേ സഹോദരങ്ങളെ? ഞാൻ പണ്ടിതൊന്നുമല്ല, ദർസിലിട്ട് ഓതിയിട്ടുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഒരു നാടൻ മനുഷ്യനാണ്. പാടത്ത് പണിയെടുത്തിരുന്ന, കരിങ്കല്ല് കയറിയിരുന്ന ഒരു നാടൻ മനുഷ്യൻ. നമുക്കോ നമ്മുടെ മക്കൾക്കോ രോഗമുണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യരുത്. നേരെ മറിച്ച് കുട്ടി ദൈവങ്ങളായ കുറെ ഡോക്ടർമാർ നമ്മുടെ പരിസരത്തുണ്ട്, അവരെ സമീപിക്കണം. അവരുടെ സ്വയം കഴിവുകൊണ്ട് നമ്മുടെ രോഗം സുഖപ്പെടുത്താൻ നോക്കണം. അല്ലാതെ നേരെ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയല്ല വേണ്ടത്. എന്റെ കഴിവിൽ പെട്ടെടുത്തോളം ഞാൻ പരിശ്രമിച്ചു, എന്റെ കഴിവിന് അതീതമാണ് നിങ്ങളുടെ രോഗം സുഖപ്പെടുത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്നേക്കാളും വലിയ ദൈവമായ ഒരു ഡോക്ടർ ദൈവം അപ്പുറത്തുണ്ട്. നിങ്ങൾ അപ്പുറത്തേക്ക് പോവുക, അതിന്റെ സ്പെഷ്യലിസ്റ്റ് ദൈവമാണ് അദ്ദേഹം. വഹാബികൾ ഈ കുട്ടി ദൈവത്തിന്റെ വാക്ക് കേട്ട് വലിയ ദൈവമാകുന്ന ഡോക്ടറെ സമീപിക്കുന്നു. അയാൾ പരിശോധന നടത്തി, അയാളുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചു, ഓപ്പറേഷൻ ചെയ്തു നോക്കി.
എല്ലാം ചെയ്തു. ആ ഡോക്ടറുടെയും കഴിവിനതീതമാണ് ഈ വഹാബിയായ രോഗിയുടെ രോഗം സുഖപ്പെടുത്തുക എന്നുള്ളത്. അപ്പോഴാണ് ഈ വലിയ ദൈവം പറയുന്നത്, ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചു നോക്കി, ഇനി എനിക്ക് പറ്റുകയില്ല. നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, എന്നേക്കാളും വലിയ ദൈവമുണ്ട്, അതാണത്രേ അള്ളാഹു. ആ വലിയ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഈ ഡോക്ടർ ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ച് വഹാബികൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യ ദൈവങ്ങളുടെ, ആൾ ദൈവങ്ങളുടെ കഴിവുകൾ അവസാനിക്കുന്നിടത്തു നിന്നാണ് വലിയ ദൈവമാകുന്ന അള്ളാഹുവിനോട് പ്രാർത്ഥന തുടങ്ങേണ്ടതെന്നാണ് വഹാബികൾ പഠിപ്പിക്കുന്നത്. ഇത് ശിർക്കല്ലേ? അള്ളാഹുവിന്റെ കഴിവിൽ നിന്ന് ഒരു ഓഹരി ഡോക്ടർമാർക്ക് വകവെച്ചു കൊടുക്കുകയാണ്. ഡോക്ടർമാർക്കും അള്ളാഹുവിനെ പോലെ ചില കഴിവുകളൊക്കെ ഉണ്ടെന്ന് ആളുകളെ വിശ്വസിപ്പിക്കുകയാണ്. ഈ ശിർക്കായ വിശ്വാസത്തിലേക്കാണ് ഈ വഹാബി മൗലവിമാർ ഇത്രയും കാലം ജനങ്ങളെ കൊണ്ടുപോയതെങ്കിൽ ആ ശിർക്കൻ വിശ്വാസം അത് പിഴച്ചതാണെന്ന് മുജാഹിദ് ബാലുശ്ശേരിക്ക് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് രോഗമുണ്ടാവേണ്ടി വന്നു. അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് എന്താണ്? ഞാൻ നാളെ കോയമ്പത്തൂർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടുത്തെ ഡോക്ടർമാർക്ക് എന്റെ അസുഖം സുഖപ്പെടുത്താൻ കഴിയുമോ എന്ന് ഞാൻ നോക്കട്ടെ. അവരുടെ കഴിവിനതീതമാണ് എന്റെ രോഗം സുഖപ്പെടുത്തുക എന്നുള്ളത് എന്നവർ പറയട്ടെ. നിങ്ങൾ വലിയ ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ എന്നവരുടെ നിർദ്ദേശം കിട്ടട്ടെ. അതിനുശേഷം മതി എന്റെ രോഗം സുഖപ്പെടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്നല്ല മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്. മുജാഹിദ് ബാലുശ്ശേരി പണ്ട് പറഞ്ഞ, നേരത്തെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച ആദർശത്തിൽ, തൗഹീദിൽ വെള്ളം ചേർക്കുകയാണ്. അതൊന്നുകൂടി വ്യക്തമാവാൻ ആശുപത്രിയിൽ നിന്നുള്ള വോയിസ് നിങ്ങളൊന്ന് കേൾക്കുക. ഹക്കീം സാഹിബ്, ഇപ്പോൾ കുറച്ചൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ കോയമ്പത്തൂരാണ്, ഗംഗ ഹോസ്പിറ്റലിലാണ്. നാളെ മുതൽ മെയിൻ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുന്നത്. ഞായറാഴ്ച ആയിരുന്നല്ലോ, ഇന്നലെയാണ് വന്നത് ഇങ്ങോട്ട്. ഞായറാഴ്ചകളിലധികം ഡോക്ടർമാരും പ്രഗത്ഭരുണ്ടാവില്ലല്ലോ, അറിയാമല്ലോ നിങ്ങൾക്ക്. കുറേ ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക്. അതൊക്കെ ഷിഫയാക്കാൻ വേണ്ടി പ്രാർത്ഥന ഭയങ്കര റിസൾട്ട് ഉണ്ടാക്കി ഇന്നലെ ഇന്നൊക്കെ. പ്രാർത്ഥനയോളം വലുതല്ല MBBS പഠിച്ച ഡോക്ടർമാരുടെ ഇഞ്ചക്ഷനും മരുന്നൊന്നും നമ്മൾ ഉൾക്കൊള്ളുന്നതോടുകൂടി തന്നെ നമ്മൾ വിജയിച്ചു. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പ്രാർത്ഥിക്കും. തൊട്ടടുത്ത ആഴ്ച തന്നെ സ്റ്റേജിൽ കയറിയിട്ട് ആദർശം പറയാൻ കഴിയട്ടെ. നേരത്തെ പറഞ്ഞതിന് നേരെ വിപരീതമാണ് ഇപ്പോൾ പറയുന്നത്. നേരത്തെ പറഞ്ഞത് ഡോക്ടർമാരുടെ കഴിവുകൾ അസ്തമിക്കുന്നിടത്തു നിന്നാണ് പ്രാർത്ഥന എന്നാണ്. ഇപ്പോൾ പറയുന്നത് അതിനു മുന്നേ തന്നെ പ്രാർത്ഥന തുടങ്ങണം. ഡോക്ടർമാർക്ക് സ്വന്തമായി ഒരു കഴിവുമില്ല. നേരത്തെ ഞാൻ സ്വന്തമായി ചില കഴിവുകൾ ഡോക്ടർമാർക്ക് വകവെച്ചു കൊടുത്തത് പിഴച്ചതാണെന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞിരിക്കുന്നത്. കാന്തപുരം ഉസ്താദ് ഇപ്പോഴും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന CM വലിയുല്ലാഹി പഠിപ്പിച്ചു പോയ വരക്കൽ മുല്ലക്കോയത്തങ്ങള് പഠിപ്പിച്ച ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച തൗഹീദാണ് ശരിയായ തൗഹീദ് എന്ന് മുജാഹിദ് ബാലുശ്ശേരി സമ്മതിക്കുകയാണ്. അടുത്തയാഴ്ച തന്നെ ആദർശം സംസാരിക്കാൻ സ്റ്റേജിലെത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങളും അത് ആഗ്രഹിക്കുന്നു. അല്ലാതെ നിങ്ങളെപ്പോലെ കാന്തപുരം ഉസ്താദ് ആ കിടക്കയിൽ വെച്ചുകൊണ്ട് തന്നെ മരണപ്പെടട്ടെ എന്നാഗ്രഹിച്ചതുപോലെ നിങ്ങൾ മരണപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ആദർശം സംസാരിക്കുമ്പോൾ ആശുപത്രിയിൽ കിടക്കയിൽ വെച്ചുകൊണ്ട് പറഞ്ഞ തൗഹീദാണോ യഥാർത്ഥ തൗഹീദ്? അതല്ല നിങ്ങളുടെ ചെറുപ്പകാലത്ത് ഒരു റോഡരികിൽ വെച്ചുകൊണ്ട് നിങ്ങൾ സംസാരിച്ച തൗഹീദാണോ യഥാർത്ഥ തൗഹീദ് എന്ന് മുസ്ലിമീങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകട്ടെ. നിങ്ങൾ ഇനിയും വഹാബികളുടെ പിഴച്ച ആദർശവും പേറി സ്റ്റേജുകളിൽ കയറിയിറങ്ങുന്നതിൽ നിന്ന് അല്ലാഹു തആല വിലക്ക് ഏർപ്പെടുത്തട്ടെ. ആമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.